അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് അമലുകൾ രണ്ട് ഫലങ്ങൾ നിർബന്ധമാക്കും. അതേപ്രകാരം ചെയ്യുന്നതിൻ്റെ തുല്യഫലം ലഭിക്കുന്ന രണ്ട് അമലുകളുമുണ്ട്. മറ്റു ചില അമലുകൾ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടിയും ചിലത് 700 ഇരട്ടിയും ലഭിക്കുന്നവയാണ്. എന്നാൽ ഒരു അമല് മാത്രം അതിന്റെ പ്രതിഫലം അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും നിശ്ചയമില്ല. ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് അറിയുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്താൽ സ്വർഗം നിർബന്ധമായി. അള്ളാഹുവിനെ കുറിച്ച് അറിയുകയും അവിശ്വസിക്കുകയും ചെയ്താൽ നരകം നിർബന്ധമായി. ഒരാൾ ഒരു നന്മ ഉദ്ദേശിച്ചാൽ ആ നന്മയുടെ കൂലി അവന് ലഭിക്കപ്പെടും. ഒരാൾ ഒരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ തുല്യഫലം അവന് ലഭിക്കപ്പെടും. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചാൽ അത് 700 ഇരട്ടിയായി നൽകപ്പെടും. പ്രതിഫലം അള്ളാഹുവിന് മാത്രം നിഷിദ്ധമായ അമലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, വസിയാമു ലില്ലാഹി അസ്സ വജല്ല വലാ യഅലമു സവാബു ആമിലിഹി ഇല്ലല്ലാഹു അസ്സ വജല്ല. നോമ്പ് അള്ളാഹുവിനുള്ളതാണ്. നോമ്പുകാരന് ലഭിക്കുന്ന പ്രതിഫലം എത്രയെന്ന് അറിയുന്നവനും അള്ളാഹു മാത്രമാണ്. നമ്മുടെ നോമ്പും അള്ളാഹുവിന് വേണ്ടിയുള്ളതായി അവൻ കബൂലാക്കട്ടെ. ആമീൻ.